ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകപച്ചാമത്തം കർമ്മസുമൂഢചേതക യസ്രയസ്യാനിശ്ചിതം ബ്രൂഹിധന്മേ ശിഷ്യസ്തേകം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തില് 16-ാമത്തെ ശ്ലോകം തൊട്ട് ശ്രദ്ധിക്കുക. അഭിഭക്തം ച ഭൂതേഷു വിഭക്ത വിഭജസ്ഥിതം ഭൂതഭൃത്യജതജ്ഞേയം ഗ്രസിഷ്ണു പ്രഭു വിഷ്ണുജ. അറിയപ്പെടേണ്ടതായ അത് അഥവാ ആ ബ്രഹ്മം അഥവാ ആ ബോധം അവ്യക്തവും അവിഭക്തവും എന്നാൽ ഭൂതങ്ങളിൽ വിഭക്തമെന്ന സ്ഥിതി ചെയ്യുന്നതുമാകുന്നു. സർവചരാചരങ്ങളെയും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും സൃഷ്ടിക്കുന്നതും അത് തന്നെയാണ്. അവസ്ഥാത്രയത്തിന് കാരണമായിരിക്കുന്ന ബ്രഹ്മശക്തി അത് തന്നെയാണ്. നമ്മുടെ ഉൽപ്പത്തിക്കും നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ മരണത്തിനും കാരണം, അല്ലെ നമ്മുടെ നാശത്തിനും കാരണം ഇതേ ശക്തി തന്നെയാണ് എന്നർത്ഥം. അപ്പം യഥാർത്ഥത്തിൽ അറിയപ്പെടേണ്ടതായ ആ ബോധം, ഞാനുണ്ട് എന്ന് തോന്നുന്ന ആ ബോധം എല്ലാ ഭൂതങ്ങളിലും വ്യത്യസ്തം എന്ന രീതിയിൽ, വിഭക്തം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടിരിക്കുക, എല്ലാവരിലും ഒരുപോലെയാണ് ഇരിക്കുന്നത് എങ്കിലും അത് വിഭക്തം എന്ന പോലെ സ്ഥിതി ചെയ്യുന്നു. അത് വ്യത്യസ്തമാണെന്ന തോന്നൽ ഉണ്ടാക്കൽ തന്നെയാണ് ആദ്യത്തെ മായാശക്തി എന്ന് പറയുന്നത്. മായ എന്ന് പറയുന്നത് മൂലപ്രകൃതിയാണ്. അത് സത്വരജ തമോ ഗുണങ്ങളാണെന്ന് പറഞ്ഞു. ഈ മൂലപ്രകൃതിയുടെ പ്രഭാവത്താൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭാവത്തെ ഉണ്ടാക്കും. ആദ്യം തന്നെ ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാവം നമുക്കുണ്ടാകും. സർവചരാചരങ്ങളെയും, നമ്മളെയൊക്കെ എല്ലാ ശരീരങ്ങളെയും സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും രക്ഷിക്കുന്നതും അതിനെ ക്ഷതമുണ്ടാക്കി നശിപ്പിക്കുന്നതും ഈ ബ്രഹ്മശക്തി തന്നെയാണ്, ഈ ബോധം തന്നെയാണ്. അതാണ് നമ്മുടെ ശരീരത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണവും ഈ ബോധമാണ്. നമ്മളെ രക്ഷിക്കുന്നതും ഈ ബോധമാണ്. നമ്മളെ ശിക്ഷിക്കുന്നതും അഥവാ ശരീരത്തെ പോലും സംഹരിക്കുന്നത്, നശിപ്പിക്കുന്നത് ഈ ബോധം തന്നെയാണ്. എന്തൊക്കെ ഈ അവസ്ഥാത്രയം സംഭവിച്ചാലും യാതൊരു നാശവുമില്ലാതെ സനാതനമായിട്ട് നിൽക്കുന്നതും ഈ ബോധം തന്നെയാണ്. അതാണ് അവിഭക്തം ച ഭൂതേഷു വിഭക്തം വിഭജസ്ഥിതം ഭൂതഭൃത്യജതജ്ഞേയം ഗ്രസിഷ്ണു പ്രഭു വിഷ്ണുജ. അറിയപ്പെടേണ്ടതായ അത്, അതായത് നമ്മള് എല്ലാ കാര്യങ്ങളിലും, ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ, യഥാർത്ഥത്തിൽ അറിയപ്പെടേണ്ടത് ഈ ബ്രഹ്മത്തെ മാത്രമാണ്. ബ്രഹ്മത്തെ അറിഞ്ഞാൽ പിന്നെ എല്ലാം അറിയാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകൾക്കും കാരണഭൂതമായിരിക്കുന്ന, നമ്മളിൽ ഇപ്പോൾ പ്രകടമാകുന്ന സ്വഭാവത്തിന് വരെ ആധാരഭൂതമായിട്ട് നിൽക്കുന്നത് ഈ ബോധം തന്നെയാണ് എന്നുള്ള തോന്നല് ഉറപ്പിക്കണം. ബ്രഹ്മത്തിന്റെ പ്രഭാവമില്ലാതെ ഞാനെന്ന തോന്നൽ വരെ, എൻ്റെ എന്നുള്ള തോന്നൽ വരെ നമുക്ക് ഉണ്ടാകില്ല എന്നർത്ഥം. അതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ നിലനിൽപ്പിനും, നമ്മുടെ സൃഷ്ടിക്കും, നമ്മുടെ ജനനത്തിനും, നമ്മുടെ നിലനിൽപ്പിനും, നമ്മുടെ ശരീരത്തിനും ഇന്ദ്രിയ മനോബുദ്ധികൾക്കും എല്ലാത്തിനും ആധാരഭൂതമായി നിന്നുകൊണ്ട് അതിൻ്റെ കാലക്രമത്തിൽ ആ ശരീരത്തെ പോലും പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുന്നത്, പ്രകൃതിയിൽ നിന്നുണ്ടായതായ ശരീരത്തെ പ്രകൃതിയിലേക്ക് തിരിച്ചു ലയിപ്പിക്കുന്നതും ഈ ബോധം തന്നെയാണ്, അഥവാ അത് തന്നെയാണ് ബ്രഹ്മം എന്നുറപ്പിക്കണം. ഇത് നമ്മുടെ വ്യക്തിപരമായിട്ട് കിട്ടിയിരിക്കുന്ന ശരീരത്തിലൂടെ നേടേണ്ടതായ ബോധമാണ് ഉറപ്പിക്കേണ്ടത്. ഇതാണ് ശരീരം, അതിനായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മളിലെല്ലാം ഉണ്ട്. ആ ഉള്ളതിനെ ഒന്ന് അറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക എന്നർത്ഥം. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവസ്ഥാത്രയത്തിന് നമ്മളെല്ലാവരും ബന്ധിക്കപ്പെട്ടവരാണ്. നമ്മൾ ജനിച്ചു, കുറച്ചു കാലം ശരീരം നിലനിൽക്കും, അത് കഴിഞ്ഞ് അത് ഇല്ലാതെയാകും. ഇത് മൂന്നും, ജനിപ്പിക്കുന്നതും നിലനിർത്തുന്നതും ഇല്ലാതാക്കുന്നതും അജയ്യമായിരിക്കുന്ന ഒരു ശക്തിയാണ്. ആശ്ചര്യപരമായിട്ട് നമ്മുടെ ജീവനായിട്ട്, ജീവാത്മാവായിട്ടിരിക്കുന്ന ശരീരമാണ് ഈ അവസ്ഥാത്രയത്തിന് കാരണം എന്ന ബോധം നമ്മുടെ ശരീരത്തിലൂടെ തന്നെ നമ്മൾ ഉറപ്പിക്കണം. അതിന് പുറത്തന്വേഷിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല, പുറത്ത് ഉപാസിച്ചിട്ടും കാര്യമില്ല. അപ്പൊ നമ്മളെ ശരീരത്തിലുള്ള ശക്തിയാണ് ഇതിനെല്ലാം ആധാരം എന്ന് ഉറപ്പിച്ചാൽ തന്നെ നിങ്ങളുടെ ശരീരം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ശരീരത്തെ വേണ്ട വിധം ഉപയോഗിക്കാൻ സാധിക്കും.
ശരീരത്തിന് ജീർണതയുണ്ട്. അത് ഇന്നല്ലേ നാളെ എത്ര ശ്രേഷ്ഠരായാലും എത്ര അറിവുള്ളവരായാലും ശരീരത്തോടെ ജനിച്ചിട്ടുണ്ടോ ആ ശരീരം ഇന്നല്ലേ നാളെ വീണു പോകും. ആ ശരീരം നഷ്ടപ്പെടും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചോ സാധിച്ചില്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. കാലക്രമത്തിൽ നശിക്കാനുള്ളത് നശിച്ച് തന്നെയാകും. നമുക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ശരീരം തരുന്നു മാത്രം. വീണ്ടും പുതിയത് തരും. പഴയത് ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത ശരീരം കൊണ്ട് ഇരിക്കുന്നതിന് നല്ലത് പുതിയത് വാങ്ങുന്നതല്ലേ. അപ്പൊ പല കാര്യങ്ങളും പിന്നെയും നമുക്ക് ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പം യഥാർത്ഥത്തിൽ ഈശ്വരീയ അവബോധം ഉണ്ടാക്കിക്കൊണ്ട് ശരീരം നിലനിർത്തിയും അതിനെ വേണ്ടവണ്ണം ഉപയോഗിച്ചും ശരീരം ക്ഷയിക്കുമ്പോൾ അതിന്റെ വഴിക്ക് വിട്ടുകൊണ്ട് അതിനെ വീണ്ടും ബന്ധനത്തിൽ പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും വലിയ ശരീരം കൊണ്ട് സാധിക്കാവുന്നത്. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ശരീരത്തിലുള്ളതായ ഈ ബോധമണ്ഡലത്തിൽ ഉറച്ചിരിക്കുന്നതായ ബ്രഹ്മശക്തിയെ ഉപാസിക്കണം. അതിനെ ഉപയോഗിച്ചുകൊണ്ട് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കണം. അതിൻ്റെ അദ്വൈത ഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കാനും ആ ഭാവത്തിൽ സ്വഭാവത്തിൽ ജീവിക്കാനും അതിനെ ക്രിയായോഗത്തിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ചാൽ തന്നെ ജീവിതം സമ്പന്നമായി. അതാണ് ജീവൻ മുക്തഭാവം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം വിട്ടു കഴിയുമ്പോൾ തന്നെ അതിലേക്ക് തന്നെ ബ്രഹ്മത്തെ നിരന്തരമായിട്ട് ഓർത്ത് സ്മരിച്ച് ആ ഭാവത്തിൽ വർത്തിക്കുന്ന ഒരാൾക്ക് ശരീരം വീണുപോയാലും അത് ബ്രഹ്മത്തിൽ തന്നെ നിലനിൽക്കും എന്നതാണ് അതിൻ്റെ ശ്രേഷ്ഠത. ജ്യോതിഷാമാതി തത് ജ്യോതിം തമസാ പരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. അതിന്റെ പ്രത്യേകത എന്താണ്? അത് ജ്യോതിഷുകളിൽ ജ്യോതിസാണ്. അതായത് പരബ്രഹ്മം അഥവാ പരമാത്മാവ് എല്ലാ ജ്യോതിഷുകളും എല്ലാത്തിനും ഉപരിയായിട്ട് പ്രകാശിക്കുന്നതാണ്. ഇരുട്ടിനപ്പുറമാണ്. അതായത് ഇരുട്ടൊരിക്കലും ബാധിക്കാത്ത അവസ്ഥയിലാണ് അത് ഇരിക്കുന്നത്. അറിവും അറിയപ്പെടേണ്ടതും അറിവ് കൊണ്ട് പ്രാപിക്കേണ്ടതുമായ ഈ സകലതിൻ്റെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ശരീരം കൊണ്ട് ഈ അറിവ് നേടണം. ഈ ശരീരം കൊണ്ട് അതിനെ അറിയപ്പെടണം. അറിവ് കൊണ്ട് മാത്രം പ്രാപിക്കാവുന്നതുമായ, അതായത് ഭൗതികമായിട്ടൊരു നേട്ടമല്ല, അത് ആത്മീയമായിട്ട് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ഇല്ലേ, നമ്മുടെ അറിവിൽ മേധാബുദ്ധി കൊണ്ട് തിരിച്ചറിയേണ്ട അറിവാണ്. അപ്പൊ അറിവ് കൊണ്ട് മാത്രം പ്രാപിക്കേണ്ടതായ ഈ അറിവ് സകലരുടെ ഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നു. എന്റെയും നിങ്ങളുടെ ഒക്കെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, ജീവാത്മാഭാവത്തിൽ. അപ്പൊ ഓരോന്നിന്റെയും ഉള്ളിൽ വർത്തിക്കുന്ന ആത്മാവ് തന്നെയാണ് സർവ്വവ്യാപകവും അഭിഭക്തവുമായ ബ്രഹ്മം എന്ന യാഥാർത്ഥ്യത്തെ സാക്ഷാത്കരിക്കുകയാണ് ഈ ശരീരം കൊണ്ട് സാധിക്കേണ്ടത്. അതാണ് യഥാർത്ഥ ജ്ഞാന സമ്പാദനം. അഥവാ ഒരു മനുഷ്യ ജന്മത്തിന്റെ ശ്രേഷ്ഠമായ ഉദ്ദേശ ലക്ഷ്യം, പരമമായ ലക്ഷ്യം ഈ ജ്ഞാന സമ്പാദനമാണ്. അതായത് ബ്രഹ്മത്തെ ബ്രഹ്മം കൊണ്ടറിയും എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലുള്ളതായ ഈ ബ്രഹ്മത്തെ ഈ ശരീരം കൊണ്ട് തന്നെ അറിയും, എങ്കിലേ അനുഭവത്തിലെത്താൻ സാധിക്കും. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം എന്നാണ് അതിന് പേര് പറയുക. ബ്രഹ്മാത്മ ഐക്യജ്ഞാനമാണ് എന്നും പറയുന്നതും അത് തന്നെയാണ്. ലളിതാ സഹസ്രനാമത്തിൽ ശിവശക്തി ഐക്യരൂപിണി എന്ന് പറയുന്നതും ജീവാത്മാ പരമാത്മാ ഐക്യം എന്ന് പറയുന്നതും ഒക്കെ ഇത് തന്നെയാണ്. അതായത് ബ്രഹ്മത്തിന്റെ ഭാവത്തിൽ വർത്തിക്കുന്നതായ നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയ മനോബുദ്ധികൾ, അത് ശരീരം കൊണ്ട് തന്നെ, ശരീരത്തിലുള്ള ശക്തികളെ കൊണ്ട് തന്നെ ഈ ബ്രഹ്മത്തെ നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ ബ്രഹ്മഭാവത്തിലേക്ക് എത്തും. അവിടെ ജീവാത്മാ പരമാത്മാ ഐക്യം സംഭവിക്കും. ഇത് ശരീരം കൊണ്ട് അറിയേണ്ടതാണ്, ശരീരം കൊണ്ട് അറിയപ്പെടേണ്ടതാണ്, ശരീരം കൊണ്ട് തന്നെ അനുഭവിച്ച് അതിൽ ഉറക്കേണ്ടതാണ്. ആ ശരീരം കൊണ്ട് തന്നെ, ശരീരത്തിലുള്ള ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് തന്നെ തന്നിലുള്ളതായ ഈശ്വര ശക്തിയെ അനുഭവിച്ചറിയലാണ് ഈശ്വര സാക്ഷാത്കാരം അഥവാ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇത് പുറത്തു പോയിട്ട് നേടേണ്ട ഒരു സംഗതിയല്ല, മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് നേടേണ്ടതല്ല. ഒരു ഗുരുവിന്റെ അടുത്ത് പോയാൽ പോലും ഗുരു ആത്മസാക്ഷാത്കാരത്തിന്, ഈശ്വര സാക്ഷാത്കാരത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്
ഇല്ലെങ്കിൽ എങ്ങനെയാണ് അന്ധക്കരണ ശുദ്ധി വരുത്തേണ്ടത് എന്നുള്ള മാർഗത്തിൽ ചരിപ്പിക്കുക മാത്രമാണ്, അതിനുള്ള ഉപദേശമാണ് നൽകുന്നത്. ഇത് സാക്ഷാത്കാരം അവരവർ തന്നെ ചെയ്യേണ്ടതാണ്, അവരവർ തന്നെ അനുഭവിച്ചറിയേണ്ടതാണ് എന്ന് സാരം. ഇത് നമ്മുടെ ഗുരുവിന്റെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും എല്ലാ ശരീരങ്ങളിലും സർവഭൂതങ്ങളിലും വർത്തിക്കുന്നതായ ആ ബോധത്തെ, ആ ബ്രഹ്മത്തെ അവരവർക്ക് കിട്ടിയിരിക്കുന്ന ശരീരം കൊണ്ട് തന്നെ അനുഭവിച്ചറിയേണ്ടതാണ്. അതിന് ഉള്ള മാർഗദർശനം മാത്രമേ വേദശാസ്ത്രങ്ങളോ ഗുരുക്കന്മാരോ മറ്റനുഭവങ്ങളോ നമുക്ക് ഉണ്ടാക്കി തരികയുള്ളൂ. എന്ന് വരെ ഈശ്വരനെ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ അനുഭവിച്ചറിയുന്നില്ലയോ, അന്ന് വരെ ജീവാത്മാ പരമാത്മാ ഐക്യം ഭാവം പ്രകടമാകില്ല, അനുഭവിച്ചറിയാൻ സാധിക്കില്ല. അനുഭവിച്ചറിഞ്ഞാൽ അതാണ് ഈശ്വര സാക്ഷാത്കാരം. അത് ഈ ശരീരം കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ സാധിക്കേണ്ടതാണ്. ശരീരം ഉപേക്ഷിച്ചിട്ട് ഇത് സാധിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്നതല്ല. ഇതിനെയാണ് ഇതി ക്ഷേത്രം തഥാജ്ഞാനം ജ്ഞേയം ചോക്തം സമാസത മദ്ഭക്ത ഏതവിജ്ഞായ മദ്ഭാവയോ ഉപപദ്യതേ. ഇപ്രകാരം ക്ഷേത്രത്തെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും കുറിച്ച് ചുരുക്കമായി പറയപ്പെട്ടു. എൻ്റെ ഭക്തൻ ഇതിനെ അറിഞ്ഞ് പരമാത്മാഭാവത്തിന് യോഗ്യനായി ഭവിക്കുന്നു. അപ്പം ഭഗവാൻ പറഞ്ഞ ഇതുവരെ ശരീരത്തെയും ആ ശരീരത്തിലിരിക്കുന്ന ശരീരത്തിലൂടെ നേടേണ്ടതായ അറിവിനെയും, അത് അറിവ് നേടിയിട്ട് അതിൽ നിന്ന് വിശേഷജ്ഞാനത്തിലേക്ക് അഥവാ വിജ്ഞാനത്തിലേക്ക് പ്രവേശിക്കേണ്ടതും എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അതാണ് ഇതിനു മുമ്പ് പറഞ്ഞതും. യഥാർത്ഥത്തിൽ അറിവ് അറിയപ്പെടേണ്ടതും അറിവ് കൊണ്ട് പ്രാപിക്കേണ്ടതുമാണെന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് അതിന് മാധ്യമം. ശരീരമാധ്യം കലു ധർമ്മസാധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ധർമ്മം ശരീരം കൊണ്ട് പ്രാപിക്കേണ്ടത് ഈ അറിവാണ്. ഈ അറിവ് നേടണമെങ്കിലോ അറിവ് കൊണ്ടേ പ്രാപിക്കാൻ സാധിക്കൂ. ആദ്യം ഈ പുസ്തകജാനം ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങൾക്ക് പ്രായോഗിക തലത്തിൽ അതേപ്പറ്റി ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പം പുസ്തകം അറിവാണ്. ആ അറിവിനെ ഒന്നോടെ അറിവ് കൊണ്ട് പ്രാപിച്ച, ഞാൻ അറിവ് കൊണ്ട് പ്രാപിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രായോഗിക തലത്തിൽ ഒന്നോടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ശരീരം കൊണ്ട് ഈ ശരീരത്തിലുള്ള ശക്തികളെ, അതാണ് ശരീരത്തെ പറ്റി പഠിക്കുന്നതാണ് ക്ഷേത്രത്തെയും. ആ ക്ഷേത്രത്തിലുള്ള ശക്തികളെ പറ്റി അറിയുന്നതാണ് ജ്ഞാനം എന്ന് പറഞ്ഞു. അതിന് വിപരീതമായിട്ടുള്ളതെല്ലാം അവിദ്യ, അജ്ഞാനമാണ് എന്നും ഭഗവാൻ പറഞ്ഞു. അതിലിരിക്കുന്നതായ ബ്രഹ്മത്തെ പറ്റി അറിയുന്നതാണ് ജ്ഞേയത്തെ കുറിച്ച് ചുരുക്കമായി പറഞ്ഞു. ഇതിനെ മൂന്നിനെയും തിരിച്ചറിയുന്ന, അതായത് ക്ഷേത്രത്തെ പറ്റി, തൻ്റെ ശരീരത്തെ പറ്റിയും ശരീരത്തിലുള്ള ശക്തികളെ പറ്റിയും അതിൽ ഉള്ള അനുഭവ ജ്ഞാനത്തെയും അഥവാ ഈശ്വര സാക്ഷാത്കാരവും നേടുന്നവനാണ് എൻ്റെ ഭക്തൻ. ആ ഭക്തൻ പരമാത്മാ ഭാവത്തിന് യോഗ്യനായി ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവാത്മാ പരമാത്മാ ഐക്യം അഥവാ അവൻ ബ്രഹ്മജ്ഞാനി, ബ്രഹ്മത്തെ പറ്റി അറിയുന്നവനായിട്ട് മാറും എന്നർത്ഥം. ബ്രഹ്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതികമായിട്ടുള്ളത് കാഴ്ചപ്പാടുകളും ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം ബ്രഹ്മഭാവത്തിൽ അവന് കാണാൻ സാധിക്കും. ആ ബ്രഹ്മത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും. അവന് സർവ്വസമയവും സുഖദുന്ദുഭാവങ്ങളില്ലാതെ സുഖദുഃഖങ്ങളെ എല്ലാം ജയിച്ചുകൊണ്ട് ആനന്ദത്തെ സമാധിഭാവസ്ഥയിൽ തന്നെ അവന് യഥാർത്ഥത്തിൽ സമാധാനത്തെ അനുഭവിക്കാൻ സാധിക്കും ഈ ശരീരം കൊണ്ടെന്നർത്ഥം. അതാണ് യഥാർത്ഥത്തിൽ ഈ ശരീരത്തെ പറ്റിയും ശരീരത്തിലുള്ള ശക്തികളെ പറ്റിയും അതിനെപ്പറ്റിയുള്ള അറിവാണ് ശ്രേഷ്ഠമായ അറിവ്. ആ അറിവ് നേടിക്കൊണ്ട് അതിനെ ശരീരം കൊണ്ട് തന്നെ പ്രാപിക്കണം എന്ന് വെച്ചാൽ അതിനെ സാക്ഷാത്കരിക്കണം. അതിനാണ് ഈ ശരീരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യജന്മത്തിലൂടെ മാത്രമേ ഇത് സാധിക്കൂ എന്ന് പറയാം. കാരണം പ്രകൃതിയും പുരുഷം ചൈവ വിദ്യാനാദിയും ഉപവാമപി വികാരാംശ ഗുണാംശയ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിയും പുരുഷനും രണ്ടും അനാദി എന്നറിഞ്ഞാലും വികാരങ്ങളും ഗുണങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടായവയാണ് എന്നും അറിയുക. പരമാത്മാവിൻ്റെ രണ്ട് ഭാവങ്ങളായ പ്രകൃതിയും പുരുഷനും പരമാത്മാവിനെ പോലെ തന്നെ അനാദിയാണ്.
പ്രകൃതി കാര്യമാണ്. ശരീരം എന്നതിനാൽ വികാരങ്ങളും ഗുണങ്ങളുമെല്ലാം പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. അതായത് അനാദിയായിരിക്കുന്ന ആ പുരുഷൻ അഥവാ ബ്രഹ്മം അത് തന്നെയാണ് എല്ലാ കാലത്തും സനാതനമായിട്ടിരിക്കുന്നത്. അത് നമ്മളിരിക്കുന്നതും അനേക ഭൂതഗണങ്ങളിൽ അല്ലെങ്കിൽ ജീവശരീരങ്ങളിൽ ഇരിക്കുന്നതും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതും ആവരണം ചെയ്തിരിക്കുന്നതും ഈ പുരുഷന്റെ ശക്തി അഥവാ ബ്രഹ്മത്തിന്റെ ശക്തി തന്നെയാണ്. അതൊരു ശക്തിയാണ്, ഒരു വ്യക്തിയല്ല. എന്നാൽ ഈ ശരീരത്തിൽ തന്നെ പ്രകടമാകുന്ന വികാരങ്ങളും ഗുണങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. കാരണം ഈ ശരീരം നമുക്ക് പച്ചയായ ശരീരത്തിൽ അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ശക്തിയാണ് എല്ലാത്തിലും ആവരണം ചെയ്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അത് പണ്ടേ ഉള്ളതാണ്, ഒരിക്കലും നശിക്കാത്തതാണ്, അതിനൊരിക്കലും ക്ഷതം വരാത്തതാണ്, ക്ഷതം വരുത്താനും സാധിക്കാത്തതാണ്. എന്നാൽ ഉപാധിയായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ശരീരം കിട്ടിയിരിക്കുന്ന പ്രകൃതിയിൽ നിന്നാണ്. അതുകൊണ്ട് ഈ വികാരങ്ങളും വ്യത്യസ്തമായ ഭാവങ്ങളും ഗുണങ്ങളും എല്ലാം പ്രകൃതിയിൽ നിന്നുണ്ടായതാണെന്ന് അറിയണം. പരമാത്മാവിന്റെ രണ്ട് ഭാവങ്ങൾ ഉണ്ട്. ഒന്ന് പ്രത്യക്ഷ പ്രകൃതി അപരാശക്തിയും, ഒന്ന് അവ്യക്ത സ്വരൂപമായിരിക്കുന്ന പരമാത്മാഭാവം, അതായത് പരാശക്തി. അപ്പൊ നമ്മുടെ തന്നെ ശരീരം എടുത്താൽ ഈ ശരീരം പ്രകൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്ന പ്രകൃതിയുടെ ഗുണങ്ങളാൽ സമ്പന്നമായിരിക്കുന്ന പ്രത്യക്ഷ പ്രകൃതിയുടെ ഭാവമാണ്. എന്നാൽ ശരീരത്തിലിരിക്കുന്ന ജീവൻ പരമാത്മാവാണ്. ഈ ശരീരം നിമിത്തമാണ്. ശരീരം അതിലൂടെ പ്രകടമാകുന്ന വികാരങ്ങളും ഗുണങ്ങളും എല്ലാം പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. എന്നാൽ ഗുണാതീത ഭാവത്തിലിരിക്കുന്ന ജീവശക്തി ഇല്ലെങ്കിൽ ജീവാത്മാവ് അത് സനാതനമാണ് എന്നും അറിയുക. കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്ചതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തേത്വ ഹേതുരുച്ചതേ. കാര്യകാരണങ്ങളുടെ സൃഷ്ടിയിൽ പ്രകൃതിയാണ് കാരണം അഥവാ ശരീരമാണ് കാരണം പറയപ്പെടുന്നു. സുഖദുഃഖങ്ങളുടെ അനുഭവ വിഷയത്തിലാകട്ടെ പുരുഷൻ കാരണം എന്ന് പറയപ്പെടുന്നു. അതായത് ശരീരം കാര്യം, ശരീരമാണ് മാധ്യമം. ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും കരണങ്ങളാണ്. അതായത് ശരീരത്തിലുള്ളതായ ഈ ശക്തികളെ കൊണ്ടാണ് ഈ പ്രകൃതിയുടെ ഗുണങ്ങളെ പോലും നമ്മൾ അനുഭവിച്ചറിയുന്നത്. അപ്പൊ ദേഹേന്ദ്രിയാദികളുടെ സൃഷ്ടിയിൽ കാരണം പ്രകൃതിയാണ്. ശരീരത്തിന്റെ സൃഷ്ടിക്ക് കാരണം പ്രകൃതിയാണ് അഥവാ പ്രപഞ്ചമാണ്. സുഖദുഃഖാദികളായ അനുഭവങ്ങളുടെ വിഷയത്തിൽ പുരുഷൻ അഥവാ ജീവൻ കാരണമാണ്. ശരീരത്തിൽ ജീവനുള്ളപ്പോഴല്ലേ സുഖദുഃഖാദികളുള്ള വികാര വിചാരങ്ങൾ നമ്മൾ ശരീരത്തിൽ തന്നെ പ്രകടമാക്കാൻ ആധാരമായിരിക്കുന്നത് ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവനാണ്. അതാണ് ക്ഷേത്രജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം പറയപ്പെടുന്നു ഈ ശ്ലോകത്തിലെ കാര്യകാരണ പ്രയോഗത്തിൽ കാര്യം എന്താണെന്നും അതിന്റെ കാരണം എന്താണെന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. ഈ ശരീരമാണ് ന്യായമായിട്ടോ അന്യായമായിട്ടോ നമുക്ക് എന്ത് പ്രവൃത്തിക്കും കാരണമായി വരുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ശരീരമാണ്. പ്രകൃതിയിൽ കിട്ടിയിരിക്കുന്ന ശരീരത്തിന് പ്രകൃതിയുടേതായ സ്വഭാവമുണ്ട് എന്നും അറിയുക. അതാണ് ഏറ്റവും മായാശക്തി എന്ന് പറയുന്ന സത്വരജ തമോ ഗുണങ്ങൾക്ക് ആധാരമായി നിന്നുകൊണ്ട് നമ്മളിൽ പ്രകടമാകുന്ന സ്വഭാവം അഥവാ കൾച്ചർ. എന്നാൽ അതിൽ കാരണമായിട്ട് വർക്ക് ചെയ്യുന്ന, അതായത് സുഖദുഃഖങ്ങളോ വികാര വിചാരങ്ങളോ ഒക്കെ ശരീരത്തിലൂടെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവൻ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ സുഖദുഃഖങ്ങളോ നമ്മുടെ വികാര വിചാര ഭാവങ്ങളോ ഒന്നും ഈ ജീവശക്തിയെ ബാധിക്കുന്നതുമല്ല. ആ ജീവൻ കാരണമായിക്കൊണ്ട് ഇല്ലെങ്കിൽ അത് ഹേതുവായിക്കൊണ്ട് നമ്മുടെ ചിന്തയിലും വാക്കിലും ഈ പ്രവർത്തികളിലും ഒക്കെ ഈ അനുഭവങ്ങൾ ഉണ്ടാക്കി തരുന്നത് ഈ ശരീരമാകുന്ന വസ്തുവാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളാണ്. അതാണ് അനുഭവത്തിന് കാരണം. അപ്പൊ ശരീരം കാരണമാണ്, ശരീരത്തിലിരിക്കുന്ന ജീവൻ കാരണമാണ്. അതിൽ നിന്നാണ് അവ്യക്തമായിരിക്കുന്ന അഹങ്കാരവും മനസ്സും ബുദ്ധിയും ഒക്കെ ഉണ്ടാകുന്നത്. ആ മനസ്സും ബുദ്ധിയും വച്ചുകൊണ്ടാണ്, മനസ്സാണ് ഏറ്റവും അനുഭവങ്ങൾ, സുഖമാണെന്നോ ദുഃഖമാണെന്നോ ഇല്ലെങ്കിൽ വികാര വിചാരങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് സാക്ഷാത്കാര ഭാവത്തിൽ അനുഭവിക്കുന്നത് മനസ്സിലൂടെയാണ്. അതിന്
ഇന്നതാണ്, ഇന്ന കാരണം കൊണ്ടാണ് എന്നൊക്കെ തീരുമാനമെടുത്ത് തരുന്നത് ബുദ്ധിയാണ്. അതൊക്കെ ഞാനും എൻ്റെ എന്നുള്ള ഭാവം പ്രകടമാകുന്നത് അഹംബോധമാണ്. അപ്പൊ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഈ ശരീരം തന്നെ. അപ്പൊ ശരീരത്തിലൂടെ തന്നെയാണ് ഈ അറിവ് നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ശരീരമാണ് കാര്യം. ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും കേവലം കരണങ്ങളാണ്. അതായത് ഇതൊക്കെ അനുഭവിക്കാൻ ഉതകുന്നതായ പ്രേരണ നൽകുന്നത്, അല്ലെങ്കിൽ അനുഭവത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ദേഹേന്ദ്രിയ ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള മനസ്സും ബുദ്ധിയും അഹംബോധവുമാണെന്നർത്ഥം. പ്രധാനമായിട്ട് 8 കൂട്ടമാണെന്നുള്ളത് 7-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ. അഷ്ടശക്തികളാണ് പ്രകൃതിയിലെ പഞ്ചഭൂത തത്വങ്ങളും അതിൻ്റെ ഗുണങ്ങളും. അതോടൊപ്പം തന്നെ മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണ് ജീവനെയും ശരീരത്തെയും പോലും ചേർത്ത് വച്ചിരിക്കുന്നത്. അഷ്ടബന്ധമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് ഈ ജീവനെയും ശക്തിയെയും ചേർത്ത് വച്ചിരിക്കുന്നത് പോലും പ്രകൃതിയാണെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. ആ പ്രകൃതിയുടെ ഗുണങ്ങളോ അതിനുണ്ടാകുന്ന വ്യത്യസ്ത ഭാവങ്ങളോ ഒന്നും ജീവനെ ബാധിക്കില്ലെങ്കിൽ തന്നെ ജീവനാണ് കാരണമായിക്കൊണ്ട് ഈ മനസ്സും ബുദ്ധിയും ചേർന്നാണ് അതൊക്കെ അനുഭവത്തിലേക്ക് എത്തിക്കുന്നത് എന്നർത്ഥം. ആ ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ശരീരം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ തിരിച്ചറിയേണ്ടതും. ഈ ശരീരം തന്നെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈശ്വരപ്രാപ്തിക്കുള്ള മാധ്യമവും എന്നർത്ഥം. ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ശരീരം തന്നെയാണ് അതിന് ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് ശരീരത്തിലൂടെ, അനുഭവങ്ങളിലൂടെ തന്നെ ഈശ്വരനെ മറ്റു വിഷയങ്ങളിലൂടെ തന്നെ, വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈശ്വരഭാവത്തെ, ഈശ്വരന്റെ അംശമില്ലാത്തത് ഒന്നുമില്ല. ഒരു വിഷയങ്ങളുമില്ല, അതിനുതകുന്നതായ വസ്തുക്കളുമില്ല. അപ്പം ആ വസ്തുക്കളിലും അതിലുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെയും ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ ശരീരം തന്നെയാണ് മാധ്യമം. അപ്പൊ ആ ശരീരത്തിലിരിക്കാൻ ജീവൻ അതിന് കാരണമായിട്ട് പ്രവർത്തിച്ചാലും ശരീരം കൊണ്ട് പ്രാപിക്കേണ്ടതായ അറിവാണ് ഇതെന്ന് ഇതിനു മുമ്പും ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. ഇത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം ഗീശാ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.